യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് മെയ് മാസത്തെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ. 3-ാമത്തെ വെള്ളി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ കൂടെ യാത്ര ചെയ്ത് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ആ മക്കളുടെ ജീവിതത്തിൽ ചോദിക്കാതെ പറയാതെ ആവശ്യപ്പെടാതെ തന്നെ വീട്ടുകാരെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തമ്പുരാനോട് പറഞ്ഞ് അനുഗ്രഹം ആ കുടുംബത്തിന് വാങ്ങിക്കൊടുത്തു. വലിയ കല്യാണ വിരുന്നിൻ്റെ ആ അവസരത്തിൽ വീഞ്ഞു തീരുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കല്യാണ സന്ദർഭങ്ങളിൽ ചോറ് തീർന്നു പോകുന്ന തുല്യമാണ്. ആ അമ്മയുടെ മധ്യസ്ഥയിലാണ് നമ്മളെല്ലാം ഇന്ന് ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അനുഗ്രഹം വാങ്ങിക്കാൻ പോണത്. അമ്മയോട് ആരും പറഞ്ഞില്ല, അമ്മ ഇടപെട്ടു. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ നമ്മൾ അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കും. അന്ന് ചോദിക്കാതെ തന്നെ അമ്മ ഇടപെട്ട് കുടുംബത്തിന് അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് നാം ചോദിക്കും. പ്രത്യേകിച്ച് വ്യത്യസ്തമായ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കുന്നേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരമ്മയാണ് നമ്മോട് കൂടെ, മറക്കരുത്. കൂടാതെ വരുന്ന എല്ലാവർക്കും അച്ഛൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് മുല്ലപ്പൂവൊക്കെ തരാൻ കേട്ടോ. ഈ മുല്ലപ്പൂ ഭവനങ്ങൾ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എന്തോരം അനുഗ്രഹമാണ് ദൈവത്തിൽ നിന്ന് അമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് നമ്മളെല്ലാവരും സാക്ഷിയാണെങ്കിൽ നിങ്ങളൊന്ന് വരണം കേട്ടോ. പ്രാർത്ഥിച്ച അച്ഛൻ എല്ലാവർക്കും മുല്ലപ്പൂ തരാം. ഇനി വരാത്ത മക്കളാണെങ്കിലും അച്ഛൻ കൊടുത്തു വിടാം. നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞാൽ മതി. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യ. പ്രത്യേകിച്ച് വാഗ്ദത്ത വചനം തന്നെയാണ്. ഈശോയോട് പറയുന്നു നമുക്ക് വേണ്ടി അമ്മ. ഒന്ന് മാത്രം പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമ്മൾ പറയുമ്പോൾ അമ്മ ഈശോയോട് പറയും. എന്തിനാ അമ്മയെ കൂട്ടുപിടിക്കുന്നത്? അമ്മയുടെ ചില പ്രത്യേകത നമ്മളൊന്ന് പ്രത്യേകിച്ച് ധ്യാനിക്കണം. വിശ്വാസത്തിൻ്റെ മാതൃകയാണ് നമ്മുടെ അമ്മ. അപ്പോൾ ആ അമ്മയുടെ വിശ്വാസം നമുക്കും കിട്ടണം. ആ വിശ്വാസം നിറഞ്ഞുകൊണ്ട് നാം ഈശോയോട് പറയും. അപ്പോൾ എന്തു ചെയ്യും? ഈശോ നമുക്ക് തരും. അതുപോലെ തന്നെ യേശുവിൻ്റെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കും. കൂടാതെ യേശുവിൻ്റെ ദിവ്യമായ സമയവും ശക്തിയുമെല്ലാം അമ്മയ്ക്കറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് അമ്മയുടെ കൂടെയായി നിങ്ങൾ അനേകരെ ഒത്തിരി അനുഭവത്തിനും സൗഖ്യത്തിനും ഒക്കെ സാക്ഷിയായില്ലേ 3-ാമത്തെ വെള്ളി? എങ്കിൽ ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കും കേട്ടോ. അപ്പം എല്ലാവരും കടന്നു വരണം. പ്രത്യേകിച്ച് നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം. മാതാവ് നമുക്ക് കാനായിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ച പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.